നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുരിയോട് കുന്നുംപുറത്താണ് സാക്ഷി ടീം നിൽക്കുന്നത്. ഇവിടെ ചടയമംഗലത്തിൻ്റെ സ്വന്തം കലാകാരൻ അനസ് കടന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ച് അവൾ എന്ന ഷോർട്ട് ഫിലിം അല്പസമയത്തിനുള്ളിൽ പ്രശസ്ത സീരിയൽ സിനിമാ താരം ശ്രീ അനീഷ് പാപ്പാല ഇവിടെ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് റിലീസ് ചെയ്യുന്ന ഈ അവൾ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് പ്രശസ്തമായ ഭാഗങ്ങൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ എത്തിക്കുന്നു. തത്സമയം നിങ്ങൾക്ക് ഏവർക്കും ആർദ്രവുമായ സ്വാഗതം. ഖനനം എന്ന മെഗാ ഹിറ്റ് ഷോർട്ട് ഫിലിമിന് ശേഷം ശ്രീ അനസ് കടന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ച് നമ്മുടെ ചടയമംഗലത്തിൻ്റെ കലാകാരികൾ ലക്ഷ്യമിടുന്ന അവൾ അല്പസമയത്തിനുള്ളിൽ പ്രദർശനം നടക്കുകയാണ്. ഈ തത്സമയത്തിലേക്ക് നിങ്ങൾക്കെവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഖനനത്തിൻ്റെ അഭിപ്രായങ്ങൾ പലരോടും ചോദിച്ചു നോക്കാം. ഖനനം സീരിയൽ കണ്ടായിരുന്നോ? ഷോർട്ട് ഫിലിം കണ്ടായിരുന്നോ? കണ്ടില്ല. ഇവിടെ ഇതേപോലെ സ്ഥലത്ത് വെച്ചാണ് കന്നഡം റിലീസ് ചെയ്തത്. കണ്ടില്ല. കന്നഡം സീരിയൽ കണ്ടായിരുന്നു? ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു? എന്താണ് കന്നഡത്തെ കുറിച്ച് പറയാനുള്ളത്? വളരെ ഒരു സീരിയലായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം നല്ല സീരിയലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. നമസ്കാരം. അനസിന്റെ ഖനനം കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം? എന്താണ് ഖനനത്തിന്റെ മെസ്സേജ് എന്തായിരുന്നു? ഇന്നത്തെ സാമൂഹികത്തിൽ നടക്കുന്ന പ്രവൃത്തികൾക്കുള്ള അതേപോലെ അതേ സെയിം ഒരു പ്രമേയമാണ് അവൾ എന്ന സീരിയലിലും ഷോർട്ട് ഫിലിമിലും അനസ് കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തികത്തിന് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച് വളർത്തേണ്ട ഒരു കുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ പണയം വെക്കുന്ന ഒരു കഥയുമായിട്ടാണ് അനസ് എത്തുന്നത്. സാമൂഹ്യ നീതി പുലർത്തുന്ന ഒരുപാട് രംഗങ്ങളാണ് ഈ അവൾ എന്ന ഷോർട്ട് ഫിലിമിൽ അനസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായും അവളുടെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന അനസ് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പേര് കൂടി ഈ ഖനനം കണ്ടോ എന്ന് ചോദിക്കാം. നമസ്കാരം. അനസ് കടന്നൂർ സംവിധാനം ചെയ്ത ഖനനം എന്ന ഷോർട്ട് ഫിലിം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എന്തുണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ലൊരു ടെലിഫിലിമായിട്ട് തോന്നി. കുഴപ്പമില്ല, കണ്ടിട്ട് നല്ല അഭിപ്രായമാണ്. പിന്നെ ഇനി അടുത്ത കണ്ടിട്ട് എന്റെ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായും കണ്ടിട്ടല്ലേ പറയാൻ പറ്റും. അതെ, ഖനനം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥയായിരുന്നു. തീർച്ചയായും ഞാൻ തന്നെയാണ് അതിന്റെ തത്സമയ മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മെസ്സേജുള്ള. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു യുവ സംവിധായകനും എഴുത്തുകാരനും എന്ന നിലയിൽ അനസിന്റെ ആ ഒരു പ്രവർത്തനത്തെ നല്ല രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. നല്ലൊരു കഴിവുള്ള കലാകാരനാണ്. ഇനി അതിന്റെ മറ്റ് കുറെ സാങ്കേതിക വശങ്ങളും കൂടെയൊക്കെ ശരിയായി വരാനുണ്ട്. ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി വരുമ്പോൾ നല്ല പെർഫെക്റ്റോടുകൂടി ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോ വീണ്ടും അടുത്തതിന് നല്ല ഭാവങ്ങൾ നേരുന്നു. താങ്ക് യു. ഓക്കെ. ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും നല്ല ആൾക്കാർക്കാണ് ഈ പ്രദർശന സ്ഥലത്ത് ഉള്ളത്. വലിയ നല്ല തിരക്കുണ്ട്. അത് കാരണം ഈ ഖനനം എന്ന ഷോർട്ട് ഫിലിം കണ്ട പലരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനസിന്റെ പുതിയ സംരംഭത്തിൽ വളരെ ശ്രദ്ധയോടെയും ആകർഷത്തോടെയും വീക്ഷിക്കുവാനായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് വാർഡ് മെമ്പർ ശ്രീ സുനിൽകുമാറിനോട് ചോദിക്കാം. ഖനനം ഷോർട്ട് ഫിലിം കണ്ടായിരുന്നോ? ഖനനം കണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഞാനാണല്ലോ അത് സ്വിച്ച് ഓൺ കർവ് നിർവഹിച്ച എന്റെ പ്രദർശനം. ഞാനത് വിട്ടുപോയി. അല്ല, സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് ചെയ്യുന്ന സീരിയലായിരുന്നല്ലോ അത്. നമ്മുടെ പഞ്ചായത്തിനെ പോലുള്ള വാർഡ് മെമ്പർമാരൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് നല്ലതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്.
നല്ലൊരു അപ്പൊ കനലത്തിന്റെ വിജയവും അവൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയമില്ലാത്ത കാര്യം. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ആശംസകളും അതുപോലെ തന്നെ എല്ലാവരും കണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എന്റെ. നമുക്ക് ഉദ്ഘാടന ചടങ്ങിൽ പോയി വരാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ടീം ഫൈവ് ഫിംഗേഴ്സിന്റെ ബാനറിൽ അനസ് കടന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ച അവൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം ഇന്ന് അരങ്ങേറുകയാണ്. അതിന്റെ ഭാഗമായി ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാള സിനിമയിലെ നിറസാന്നിധ്യം ആയിട്ടുള്ള ജെയിംസ് പാറയ്ക്കൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം സിനിമ ടെലിവിഷൻ താരമായ ശ്രീ അനീഷ് സ്വാമിനാഥനും നമുക്ക് ഈ സന്തോഷവേളയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുമായി ആദ്യമായി പറയാനുള്ളത്, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തത്. കാരണം സാംസങ്ങിന്റെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ വളരെയധികം ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഷൂട്ട് ചെയ്തത്. അതിന്റെ എഡിറ്റിങ്ങും എല്ലാം ഈ പറയുന്ന പോലെ ഫോണിൽ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോ നമ്മള് കഴിഞ്ഞ കുറെ ദിവസമായി ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ ഈ കുന്നമ്പുറ പ്രദേശത്തെ ഒത്തിരി കലാകാരന്മാരും കലാകാരികളും ഇതിൽ അണിചേർന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇതിൽ പങ്കെടുത്ത ഇതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഈ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് നമുക്കെല്ലാവരും അവസരം തന്ന പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ അനസ് കടന്നൂരിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഇതിൽ പ്രധാന വേഷം ചെയ്തുള്ള ഒരു ശശിധരപിള്ള എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഒരു ചെറിയ സർജറിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലാണ്, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. പിന്നെ അതിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്ത വ്യക്തി വിജയപിള്ള കുരിയോളം. മഹേഷ് വലിയ കുന്നുംപുറം, ഗോപകുമാർ, പ്രവീൺ, അനിൽകുമാർ, തുളസീധരൻ, ഉണ്ണികൃഷ്ണൻ, നസീർ മഞ്ചത്തി, ബിനുകുമാർ, പാർവതി പ്രവീൺ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. സൂര്യ സുരേഷ് എന്നൊരു പെൺകുട്ടിയുണ്ട്. അത് തിരുവനന്തപുരം ശിവകലാ സമിതിയുടെ ആക്ടറാണ്. അപ്പൊ ഇന്ന് അവർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഇത്രയും ഹലോ, സോറി, ഞാനൊരു വർക്കിലാണ്, പറ. എത്തിച്ചേർന്നിട്ടില്ല. ഓക്കെ, ഇനി ആണോ നമ്മള് അതോടൊപ്പം ഇതിൽ നമുക്ക് ഒട്ടനവധി ടെക്നിക്കൽപരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി രീതിയിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് വീട് തന്നിട്ടായാലും വാഹനങ്ങളായാലും അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളെല്ലാം വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്മോഹൻ സാക്ഷി TV. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷി TVയുടെ ഉടമസ്ഥയിലുള്ള വേണു, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി നമുക്ക് വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കാം.
അതോടൊപ്പം നമ്മുടെ സാക്ഷിയുടെ എഡിറ്റോറിയൽ ആയിട്ടുള്ള JP ഹരികുമാർ ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചേരണം. പിന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുള്ള നമ്മുടെ ആദ്യ വീട് തന്ന് സഹായിച്ച പ്രസന്ന ശ്രീലയം കുന്നുംപുറം, അതോടൊപ്പം സുഗതൻ ആതിര ഹൗസ് കുന്നുംപുറം. പിന്നെ നമുക്കിപ്പോൾ ഈ പ്രദർശനത്തിന് വേണ്ടി ഈ ഒരു എല്ലാ വർഷവും നമ്മുടെ പ്രദർശനത്തിന് നമ്മൾ ഒട്ടനവധി പരിപാടികളെല്ലാം ഇവിടെ ഈ ഒരു വീടിന്റെ മുറ്റത്താണ് നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ബീനോണനും ഫാമിലിക്കും പ്രത്യേക ഒരു നന്ദി, ഇവർക്കെല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പ്രദർശനം കാണുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനും എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ടീം 5 ഫിംഗേഴ്സിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് പോകാം. നമുക്ക് അതിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വേണ്ടി ജെയിംസ് പാറക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിംസ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയ ഒരു ചെറിയ ഗ്രാമമുണ്ട്, കാഞ്ഞൂർ എന്ന് പറഞ്ഞാൽ, അവിടെയാണ് ഞാൻ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, എൻ്റെ ഒരു 10-20 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു ടെലിഫിലിം ഇതുപോലെ സംഘടിപ്പിച്ച് ഇത്ര ആളുകൾ ഇവിടെ കൂടി ഇതിനു വേണ്ടി പ്രേരിച്ച നിങ്ങളുടെ സ്നേഹവും ആ കൂട്ടായ്മയിലും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാനൊരു നാട്ടിൽ ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ടെലിഫിലിം വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ് നീ പോടക്കാന്ന് പറയും. എന്തായാലും നിങ്ങളെ കാണാനും എന്നെ ഇവിടെ വരുത്താൻ അനീഷയുടെ ഒരു കാരണക്കാരൻ എല്ലാവരും പരിചയപ്പെട്ടു എന്നോളൂ. പിന്നെ തൊട്ടടുത്ത വീട്ടിലാണ് ഷൂട്ടിങ്, ഇവിടെ അകലി എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ നായകൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ക്ഷണിച്ചതിൻ്റെ സംഘാടകർക്കും ഇതിൽ അഭിനയിച്ചവർക്കും, പ്രത്യേകിച്ച് എൻ്റെ സംവിധായകൻ അനസ് അല്ല അദ്ദേഹത്തിനും ഇതിന് സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കളിയല്ല. അപ്പം ഒരു കാര്യം സത്യമാണ്, എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു സ്നേഹവും ഒത്തൊരുമയും വല്ലാതെ ഒരു ഒരു പ്രത്യേക അവസ്ഥയിലെത്തിച്ചേക്കാണ്. ഞാൻ ഇതൊക്കെ കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണു, പ്രത്യേകിച്ച് അനീഷിനും പറയണു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ കാണാൻ വന്നിരിക്കുന്ന നിങ്ങളുള്ളതിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ കാണാൻ വന്നിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിലേക്ക് പോകാം. ഹലോ. അതിനു മുമ്പ് നമുക്ക് പ്രധാനമായിട്ട് വിട്ടുപോയൊരു വ്യക്തിത്വമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ഖനനം ഷോർട്ട് ഫിലിം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ബാധുപ്പറായ സുല്ലണനാണ്. സുല്ലൺ അടുത്ത് വന്നിട്ട് സുല്ലണനെ വിട്ടുപോയി, സോറി, ക്ഷമിക്കണം. ഓക്കെ, അതുകൊണ്ട് സുല്ലണൻ ഇവിടെ എത്തിച്ചേർന്നതിലും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം ജെയിംസ് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മൾ വളരെയധികം കലാകാരന്മാരും കലാകാരികളുള്ളൊരു കൂട്ടായ്മയുടെ ഒരു സ്ഥലമാണ് നമ്മുടെ കുന്നുംപുറം എന്ന് പറയുന്നത്. ഇതിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ഡാൻസേഴ്സ്, നമുക്ക് ഒത്തിരി പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നാടക കലാകാരന്മാരുണ്ട്. പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഷോർട്ട് ഫിലിം രംഗത്തേക്ക് നമ്മൾ കുറച്ച് പേര് വന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഒട്ടനവധി കലാകാരന്മാരുള്ളൊരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പ് 2 വാക്ക് നമ്മുടെ അനീഷ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്ത് പറയാനാണ് ആലോചിക്കുന്നത്. എല്ലാവർക്കും എന്നെ അറിയാം, എനിക്ക് അറിയാം. പ്രത്യേകിച്ച് ഔപചാരികതയുടെ കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മിമിക്രി കളിക്കാൻ അവസരം ഒരുക്കുന്ന നാടാണ് ഈ കുരിയോട് കുന്നുംപുറം എന്ന് പറയുന്നത്. എന്നേക്കാൾ പ്രായമുള്ളവർക്കറിയാം, ചെറിയ പിള്ളേർക്ക് അറിയാൻ കഴിയില്ല. ഈ ജംഗ്ഷനിൽ അതൊരു ഓണാഘോഷം അങ്ങനെ എന്തോ സംഘടിപ്പിച്ചപ്പോൾ ഞാനും കൂടി മിമിക്രി കളിച്ചോട്ടെ എന്ന് കുഞ്ഞുവീണ കൊണ്ട് ചെന്നിട്ട് പൊടിക്കൊച്ചുണ്ട് അങ്ങനെ ആരായിരുന്നു, അത് എന്നെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി മിമിക്രി കളിപ്പിച്ച് അവിടെ മുതൽ തുടങ്ങിയത് ഇവിടം വരെ ജെയിംസ് ചേട്ടനെ വരെ കൊണ്ടുവരുന്നവരെ എത്തിച്ചത്. സത്യം പറഞ്ഞാൽ എന്നെയാണ് കേട്ടോ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ വിളിച്ചത്. നിങ്ങൾ കയറി ഹെഡ് ചെയ്തതാ. അപ്പൊ ജെയിംസ് ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് തന്നെ അഹങ്കാരമായി പോകും, പറ്റിയ ഒരാളെന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഈ അകലെ സീരിയലിൽ ഞാനും ഉണ്ട്. ജെയിംസ് ചേട്ടന്റെ മരുമകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. നമ്മൾ തമ്മിൽ കണ്ട ഭയങ്കര ശത്രുക്കള സീരിയലില്. പിന്നെ സീരിയൽ സെറ്റിൽ ഏറ്റവും ഭയങ്കര കമ്പനി ഞാൻ ജെയിംസ് ചേട്ടന്റെ. ലൊക്കേഷനിൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അളിയനും അളിയനെന്നാണ് പറയുന്നത്. അത്ര സുഹൃത്തുക്കളാണ്. ആദ്യം ഹൈദരാബാദിലേക്കായിരുന്നു എന്റെ ഷൂട്ട്. പിന്നീട് കറങ്ങി തിരിഞ്ഞ് എന്റെ മൂക്കിന്റെ താഴെ നെലുമയിൽ ഒരു ചെന്നെത്തി, എളുപ്പമായി. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഞാൻ ജെയിംസ് ചേട്ടനെ കൊണ്ടുവരാം, കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും. ജെയിംസ് ചേട്ടനെ പോലൊരു ജെയിംസ് ചേട്ടൻ വളരെ വർഷങ്ങളോളം നാടക രംഗത്തുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അഭിനയത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. 60-ൽ പരം സിനിമകളിൽ അഭിനയിച്ച ആളാണ്. പിന്നെ അങ്ങോട്ട് കയറി ചാൻസ് ചോദിക്കാത്തതുകൊണ്ട് മാത്രം ജെയിംസ് ചേട്ടന് കുറച്ചുകൂടെ
വലിയ ക്യാരക്ടറിൽ കിട്ടാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയൊരു നടനാണ് ജെയിംസ് ചേട്ടൻ. അപ്പോൾ ജെയിംസ് ചേട്ടൻ തന്നെ ഇതിന്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്, എന്നേക്കാൾ ഉപരി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആശംസകൾ. ഈ ഒരു കൂട്ടായ്മയ്ക്ക്, ഈ നാട്ടുകാർക്കും, ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരുടെ ഉള്ളിലെ കലാകാരന്മാർക്കും ആശംസ അറിയിക്കുന്നു. താങ്ക് യു. രണ്ടാമത് സംസാരിക്കുന്നതായി വാർഡ് മെമ്പർ ശ്രീ പി സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സംസാരത്തിനൊന്നും ആവശ്യമില്ല. കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഞാനാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ വീണ്ടും ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. മനസ്സ് കടന്ന ഒരു സംവിധാനം ചെയ്ത ഈ ഷോർട്ട് ഫിലിമിൽ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും കണ്ട് ഷെയർ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കിടക്കാം. എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്, ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് കിടക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓഡിയോ ഒന്നുകൂടെ ചെക്ക് ചെയ്യണോ? ഓഡിയോ നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്യണോ? ലൈറ്റും ക്ലാസ് ഇന്ന് ഈ മാൽച്ചിച്ച് തീറ്റയായിരുന്നല്ലേ, പിന്നെന്തായി മാൽച്ചിക്ക് കുഞ്ഞു തീറ്റ തരാത്തത്? എന്റെ പൊന്നേജി, ചേച്ചിയൊന്നും പോയി കിഴങ്ങി തീറ്റയും കൊടുത്ത് മുട്ടയിട്ട് കുഞ്ഞിനെ തരാൻ പറഞ്ഞു അവർക്കെല്ലാം മനസ്സിലായി. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവും. നീ അവരെയൊന്നും നോക്കത്തോന്നില്ലല്ലോ. പിന്നെ രാവിലെ രണ്ടുപേരും അടിയാണോ മോളെ? ആളോ അപ്പൂനോട് മുഖം പോയി അമ്മയുടെ കയ്യിൽ കാപ്പി പിടിച്ചു കൊടുക്കും.
നാളെ ട്യൂഷൻ ഫീസ് കൊടുക്കണം. 2-3 മാസത്തെ കൊടുക്കാനുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല. ഇത്രയും നാളായി ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ? അതിന് എന്റെ കയ്യിലും വേണ്ടേ? നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല എന്റെ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അവൾ എന്റെ രക്തമല്ലെങ്കിൽ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളെ നോക്കുന്നത്. അങ്ങനെ പറച്ചിലേ ഉള്ളൂ പല കാര്യത്തിലും. ടോണിക്ക് നമുക്ക് പിന്നെ വാങ്ങാം. മോള് ട്യൂഷൻ ഫീസ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്ക്. അവരോട് അവധി പറഞ്ഞിട്ട് 2-3 മാസമായില്ലേ. മക്കളെ നമുക്ക് സ്കൂളിലോട്ട് പോകാം. എങ്ങോട്ടാ? നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്കാണോ? അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ആ, നിങ്ങൾ അച്ഛൻ്റെ കൂടെ നടന്നു. അയാളെ കുറിച്ച് നല്ലതൊന്നുമല്ല നാട്ടുകാർ പറയുന്നത്. നിനക്ക് എന്തറിയാം അച്ഛനെ കുറിച്ച്? അച്ഛൻ ഈ നാട്ടിലെ പ്രമാണിയാണ്. ഈ പ്രമാണി നാട്ടിലെ പ്രമാണിയായതുകൊണ്ടായിരിക്കും നാട്ടിലെ പെൺപിള്ളേർക്ക് വഴി നടക്കാൻ പറ്റുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നത്. നിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് നീ നമ്മുടെ പിള്ളേരെ കൂട്ടി തെങ്കാശി വരെ ഒന്ന് പോയിട്ട് ഒരു സാധനം ഇവിടെ എത്തിക്കണം. ഇന്ന് തന്നെ വിട്ടോ. സ്ഥലം വരെ പോണം, നാളെ വരുള്ളൂ. സൂക്ഷിക്കണം. കുളത്തുപുഴ വഴി പോയാൽ മതി. ശരി കേട്ടോ.